രാവിലെ ഒരു സൺഡേ ആയിട്ട് കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാന്ന് വെച്ചതാ. പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം പോയി. എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കും? കാണുന്ന വാർത്തകൾ അതുപോലെ. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇടല്ലെന്ന് ഞാൻ വിചാരിക്കും. നെഗറ്റീവാണെന്ന് എനിക്കും അറിയാം. പക്ഷെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ, ഞാൻ ഒരുപാട് കാര്യത്തിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരുണ്ടല്ലോ, അവളുമാർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലോട്ട് ഇറക്കി വിടണം. ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ള വേദന എന്ന് പറഞ്ഞ അത്രയ്ക്ക് വേദനയാണ് ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത്. 83 പാടുകളും അതും ഇതൊക്കെയാണ് അതിന്റെ ശരീരത്തുള്ളത്. സിഗരറ്റ് പൊള്ളിച്ച പാട്, ജനനേന്ദ്രിയത്തിലുണ്ടായ പാട്. ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ വയറ്റി വന്ന് പിറന്നതോ? അതാണോ ചെയ്ത തെറ്റ്? എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാത്ത, എത്രയോ പേര് ട്രീറ്റ്മെന്റും വഴിപാടുമായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ സമൂഹത്തില്. നിനക്കൊക്കെ എന്തിനാണ്? കഴിഞ്ഞ ദിവസം ഒരുത്തിയാണെങ്കിൽ ഒരു കുഞ്ഞിനെ ജെല്ലിക്കൂടെ എടുത്തെറിഞ്ഞു. അവക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ? 19 വയസ്സില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരേണ്ട ശിക്ഷ ഇതൊന്നുമല്ല. സമൂഹത്തിലോട്ട് ഇറക്കി തന്നെ വിടണം. നാട്ടുകാരും ആൾക്കാരും കൈകാര്യം ചെയ്യണം. അവക്ക് കൂട്ടു നിന്നവനായാലും അവനും കിട്ടണം. ആ കുഞ്ഞിന്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലേ? ആ കൈകൾ ഒടിഞ്ഞത്, അത് സൈക്കിളിൽ നിന്ന് വീണാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ മുഖം കണ്ടിട്ട് ഇപ്പൊ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വിഷമം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളായാലും എല്ലാവരും നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവളുമാരെ, അവളുമാർക്ക് കൊടുക്കണം നല്ല ശിക്ഷ. ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു ആണ് കൂടെ വേണമെന്നൊന്നുമില്ല. എത്രയോ പേര് സിംഗിൾ പേരന്റ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഭർത്താക്കന്മാര് മരിച്ചവരുണ്ട്. നല്ല അന്തസ്സായിട്ട് കുടുംബം നോക്കി കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ